ഹായ് നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ച് കറി എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള റെസിപ്പിയും കൊണ്ടാണ് കേട്ടോ. കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കിയാലോ. അങ്ങനെ ഒരു കുക്കർ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിക്ക് ആവശ്യത്തിന് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഏതെണ്ണ വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു ആപ്പ് വലിയുള്ളിയുടെ കഷ്ണം ഞാനിതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. 2 പട്ട, ഇഞ്ചി കൊത്തി അരിഞ്ഞത്, വെളുത്തുള്ളി കൊത്തി അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് വഴന്നതിന് ശേഷം നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക. 2 പച്ചമുളക് കീറിയതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എനിക്ക് എരിവ് കുറവ് മതി, അതുകൊണ്ടാണ് കുറച്ച് ഇട്ടിട്ടുള്ളത്. പിന്നെ കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തലേന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച കടലയാണ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഒരു കിഴങ്ങ് കൂടെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മസാലപ്പൊടികളാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, മല്ലിപ്പൊടി, മുളക് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ടത് കൊണ്ട് മുളക് പൊടി കുറച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടി എരിവിനനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇനി പെരുംജീരകം പൊടിച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. വലിയ ജീരകം ഒരു മുക്കാൽ ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഒരു അര ടീസ്പൂണോളം അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടും. കടലൊക്കെ തലേന്ന് വെള്ളത്തിലിട്ടത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഇനി ഈ ടൈമിൽ നമുക്ക് അരപ്പ് തയ്യാറാക്കി എടുക്കാം. ഇതിന് അരമുറി തേങ്ങ, ചെറിയ ഉള്ളി, പെരുംജീരകം എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോഴേക്കും നമ്മുടെ കടലയും കിഴങ്ങും റെഡിയാണ്, നല്ലപോലെ വെന്തിട്ടുണ്ട്. ഈ ടൈമിൽ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നമുക്ക് അപ്പത്തിൻ്റെയൊക്കെ കൂടെ, പുട്ടിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്ന നല്ലൊരു കറിയാണ്. ഞാനിതേപോലെയാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ.